പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജനുവരി മാസം 31-ാം തീയതി. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർക്കുക മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കള് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശിരസുകൾ നമിച്ച് കൈകൾ കൂപ്പി ഭക്ത്യാദരവോടെ ദൈവശിരസിനെ വ്യാപരിക്കുക. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കൈകൾ നിന്റെ ശിരസിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകൾ നിന്റെ സന്ധിബന്ധങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കൈകൾ നിന്റെ മാംസപേശികളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്രതാർന്ന അത്ഭുത കൈകൾ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവിധമായ രോഗങ്ങൾ, പീഡകൾ, ഭാരങ്ങൾ, തകർച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപിക്കട്ടെ, ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ, നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോടെയും നോക്കിക്കാണുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സംഭവസ്ഥലങ്ങൾ, ഓഫീസുകൾ, പണിയിടങ്ങൾ, തൊഴിലിടങ്ങൾ എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവെ, അതായത് പലതര ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന്
2-3 ദിവസം ഉറങ്ങാതെ ഇരുന്നാലും ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട്. കർത്താവെ, ആരും സഹായിക്കാനില്ല, സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായിത്ത് പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട്, അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട്. കർത്താവെ, ഇവർക്ക് ശക്തി കൊടുക്കണം, ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം, അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ, പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റ് വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവെപ്പുകൾ, അതുപോലെ തന്നെ അലട്ടലുകൾ, അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ ദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ, നമ്മളെ രസകരമായ ഒരു സന്ദേശം ആണ് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിനെ അറിയണത് 2 അപ്പോസ്തലന്മാർ 2 തരത്തിലാണ്. അത് ആദ്യത്തെ ഒരു അറിവുണ്ട്, അവസാനത്തെ ഒരു അറിവുണ്ട്. ആദ്യത്തെ അറിവ് പത്രോസ് കർത്താവ് കടലിന് മീതെ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 14:28 കാര്യം അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അപ്പോസ്തലന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം കർത്താവ് 4 യാമത്തിൽ അപ്പോൾ ഇരുട്ടുണ്ട്, പക്ഷേ ഇടിമിന്നലുണ്ടെന്ന് തോന്നണം, അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ നാട്ടു വെളിച്ചം, കടൽ വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിൽ ഈ കടലിന് മീതെ നടന്നു വരുന്ന ഒരാളെ കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമല്ല. അപ്പോൾ കർത്താവിന് പറയുന്നത് കർത്താവിൻ്റെ ചീകൊതിക്കും മുടിയും, കർത്താവിൻ്റെ പറക്കുന്ന ഷോളും ഉടുപ്പും, കർത്താവിൻ്റെ പൊക്കവും, കർത്താവിൻ്റെ ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ നടക്കണം, അതെല്ലാം കണ്ടിട്ടാണ് പത്രോസ് ആകാര വടിവ് കണ്ടിട്ടാണ് പറയണത്. എന്താ പറയണത്? കർത്താവേ, അത് അങ്ങാണെങ്കിൽ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ അങ്ങാണെങ്കിൽ, അതല്ലേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി, ഞാൻ വെള്ളത്തിന്റെ മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ അവൻ പറഞ്ഞു. അതായത് ഇതിൻ്റെ അകത്ത് കർത്താവാണെന്ന് തിട്ടമല്ല, ഈ ഒരു ക്ലോസ് വെച്ചാ പുള്ളി പറയണത്. അങ്ങാണെങ്കിൽ അങ്ങേ എനിക്കറിയാം. എന്താണ്? അതായത് അവിടെ വിശ്വാസങ്ങൾ ഉപരി സ്നേഹമാണ്. കാര്യം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് പത്രോസിനെ വിളിക്കുമെന്ന് പത്രോസ് പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് മുതൽ ഇവർ തമ്മിലുള്ള സ്നേഹം തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പായില്ലേ? എന്ത് രസമാണെന്ന സുവിശേഷം. അതായത് ഇവർ തമ്മിൽ നല്ല വൈബാണ്, നമ്മൾ പിള്ളേർ പറഞ്ഞ പോലെ നല്ല വൈബാണ്. അത് കാര്യം അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്നെ ഒഫൻഡ് ചെയ്യത്തില്ലെന്ന് ഇവൻ പ്രീ സപ്പോസ് ചെയ്യുക. എന്താണ്? അങ്ങാണെങ്കിൽ, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഈ ഇരുട്ടത്ത്, അങ്ങാണെങ്കിൽ എൻ്റെ കർത്താവാണെങ്കിൽ എന്നോട് ഞാൻ ഇങ്ങനെ കുസൃതി ചോദ്യം ചോദിച്ചാലും കർത്താവ് സമ്മതിക്കും. എന്തൊരു മനപ്പൊരുത്തമാണ്, രസമല്ലേ ഇവർ തമ്മിലുള്ള ജീവിതം. അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ അങ്ങയുടെ പക്കലേക്ക് വരാൻ എന്നെ വിളിക്കുമെന്ന് പറയും. അപ്പോൾ പറയും, ഈശോ ഒത്തിരി വാത്സല്യതയാണ്, വരൂ എന്നാ പറഞ്ഞത്, വരൂ, കാം. എന്ത് രസമാണ് കേൾക്കാൻ, കാം, ഉടനെ വരും. വന്ന് കഴിയുമ്പോൾ പുള്ളി നല്ല ശരിക്കും കണ്ടത് ആ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിലങ്ങോട്ട് പുള്ളി കർത്താവിലേക്ക് നടന്ന് ചെല്ലുകയാണ്. പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു കോൺഷ്യസ് വന്നത്. എന്താണ്? റിയാലിറ്റി കോൺഷ്യസ്. എപ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പിൻബലം വേണം. എന്താ കാര്യം? അതാണ് അങ്ങാണെങ്കിൽ എന്നെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധമേ ഒരു അറിവിൻ്റെ ആസ്പദത്തിൽ വരരുത്, മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു അറിവായിരിക്കണം, ഹൃദയത്തിൻ്റെ അറിവ്. അപ്പം ഈശോ പറയും, വരൂ, കം എന്ന് പറയും. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വൈബിൽ ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് കല്ലുപോലെ ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ റീസൺ വർക്ക് ചെയ്ത്, അയ്യോ ഇത് വെള്ളമാണല്ല, കാറ്റാണല്ല കണ്ണത്തടിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ പൊങ്ങ്. അപ്പം കർത്താവല്ല അങ്ങാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങാണെങ്കിലെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, പക്ഷേ പുള്ളി അവസാനിപ്പിച്ച വെള്ളമാണല്ലോ എന്നല്ലാണ്, അതോടെ വീണുപോയി. ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം വിശ്വാസത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഉപരി സ്നേഹത്തിലായിരിക്കണം. സ്നേഹത്തിലെല്ലാം നടക്കും. സ്നേഹം എല്ലാം ക്ഷമിക്കുമെന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും, എല്ലാം അതിജീവിക്കും, ഈ കടലിനെയും അതിജീവിക്കും. പത്രോസിൻ്റെ സ്നേഹമാണ്
കടലിനെ അതിജീവിച്ചത്. പക്ഷേ ഇടയ്ക്ക് സ്നേഹം ഉള്ളപ്പോൾ തന്നെ പുള്ളി റീസൺ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് എല്ലാ അഭിഷിക്തരോടും അതുപോലെ തന്നെ എല്ലാ ആത്മീയ പ്രവർത്തകരോടും എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഈ 10 ദിവസത്തിൻ്റെ ആദ്യ ലെവലില്ലേ, ആദ്യ ലെവൽ ഇടയ്ക്ക് ആദ്യം ഇമോഷണൽ ലെവലാണ് വർക്ക് ചെയ്യണത്. അങ്ങാണെങ്കിൽ എന്നെക്കൂടി അങ്ങോട്ട് വിളിക്കാൻ പറയും. അപ്പോൾ ഈ കാം എന്ന് പറയണത് ബുദ്ധി ഉപയോഗിച്ചല്ല പറയണത്, സ്നേഹത്തിൽ അവസാനം പറയണത്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ റീസൺ ഉപയോഗിക്കണത്. അതോടുകൂടി അവൻ ബ്ലൂമായിപ്പോയി, തളപ്പോയി. അപ്പോഴെന്താ പറയണത്? അല്പവിശ്വാസി. അപ്പോഴപ്പോൾ അവൻ്റെ സ്നേഹത്തെ കർത്താവ് കുറ്റപ്പെടുത്തണില്ല. പക്ഷെ എന്ത് പറ്റി? വിശ്വാസത്തിൽ അവൻ റീസൺ ഉപയോഗിച്ചു എന്നാണ് പറയണത്. വിശ്വാസമാണ്. വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗലാത്യർ 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താലാണ് പ്രവർത്തനക്ഷമമാക്കണത്, പ്രവർത്തനനിരതമാക്കണത്. അല്ലാതെ വിശ്വാസത്തെ റീസൺ കൊണ്ടല്ല പ്രവർത്തനക്ഷമമാക്കണത്. ഇതുപോലെ തന്നെ തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ കരയിൽ കർത്താവ് വരുന്നില്ലേ? കർത്താവ് വരുമ്പോൾ എന്താ പറയുക? യോഹന്നാൻ എന്താ പറയണത്? ദാറ്റ് ഈസ് ലോഡ്. അങ്ങ് ആണെങ്കിലെന്നല്ല പറയണത്. അദ്ദേഹം കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഒരു, അതായത് ഡൗട്ടില്ലാതിരുന്നത്. പിന്നെ അത് വെളിച്ചം ഇത്തിരി വെളിച്ചം, എന്നാലും അത് ഇരുട്ടത്താണെങ്കിലും അത് ലോങ് സൈഡിൽ പറയണത് ദാറ്റ് ഈസ് ലോഡ്. എന്നുവെച്ചാൽ കുറച്ച് 10 ദിവസത്തേക്കാൾ കുറച്ച് സംശയം മാറി യോഹന്നാന്. എന്താ പറയുക? ദാറ്റ് ഈസ് ലോഡ് എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. യോഹന്നാൻ 21:7 യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ, അതാണ് പ്രശ്നം. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവെ അങ്ങാണെങ്കിലെന്നല്ല പറഞ്ഞത്. എന്താണ്? അത് കർട്ടൻ്റെ പറയണ എന്താണ്? അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. കണ്ട, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? ഇവിടെ പണ്ട് പരാജയപ്പെട്ട പത്രോസ് ഇവിടെ വിജയിക്കുന്നുണ്ട്. പണ്ട് പരാജയപ്പെട്ട എന്താണ്? അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് വരെ എന്നെ അനുവദിക്കാൻ പറഞ്ഞ്, എന്നെ വിളിക്കാൻ പറഞ്ഞ 14:28 മത്തായി സുവിശേഷം. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയുമ്പോൾ പത്രോസ് കല്ലുപോലെ സ്നേഹം കൊണ്ട് കടലിനെ കല്ലാക്കി ആ മനുഷ്യൻ നടക്കുകയാണ്. പെട്ടെന്ന് റീസൺ ഉപയോഗിച്ചു, വെള്ളം നനഞ്ഞു, കാറ്റ് കണ്ണത്തടിച്ചു, അയാൾ ബ്ലുമായി താഴെ വീണു. പക്ഷെ ഇപ്പോഴെന്താ സംഭവിക്കണത്? ഇപ്പം ആ സിറ്റുവേഷൻ പത്രോസ് അതിജീവിച്ചു എന്ത് ചെയ്യണേ? യോഹന്നാൻ പറഞ്ഞു ദാറ്റ് ഈസ് ലോഡ്. അത് കർത്താവാണ്. ആണെങ്കിലല്ല, ആണെന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാൻ്റെ അറിവ് ഷാർപ്പായിരിക്കണം പത്രോസിനേക്കാളും. പക്ഷേ പ്രവർത്തനത്തിൽ അറിവിനെ എന്താണ്? വിശ്വാസത്തിലെ പ്രവർത്തനക്ഷമമായ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് പത്രോസുള്ളത്. എന്താണ്? അങ്ങാണെന്ന് കേട്ടപ്പോൾ തന്നെ, പണ്ട് കടലിൽ വീണ ആളാണ്, ഇപ്പോൾ കടലോട്ട് ചാടി ആദ്യം കർത്താവിൻ്റെ അടുത്ത് ചെല്ലും. എന്താണത്? അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. അവിടെ എന്താണ്? റീസൺ ഉപയോഗിച്ചില്ല. അവിടെ യോഹന്നാനാണ് ഇത്തിരി റീസൺ ഉപയോഗിച്ചത്. കൈ നനയാതെ പുള്ളി ഉടുപ്പ് നനയാതെ അണിയത്ത് തന്നെ അവിടെ ഇരിക്കും. ഉടുപ്പ് നനയാതെ അണിയത്തിരുന്ന താക്കോല് കിട്ടത്തില്ല. താക്കോലും കൊണ്ട് പോകണവൻ ആരാണെന്നറിയാവോ? സഭയെ ഏൽപ്പിക്കണ സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിനാണ്. എന്നെ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവാണ് തീരുമാനിക്കുന്നത് തന്നെ ആരാണ് സ്നേഹിച്ചത്. അത് പത്രോസാ. അവൻ വെള്ളത്തിലേക്ക് ചാടി നനഞ്ഞ് കുത്തുന്ന അവിടെ ചെല്ലുമ്പോൾ താക്കോല് കൊടുക്കും. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ പറയും. അതാണ് സുവിശേഷം. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, ദൈവാനുഭവത്തിൻ്റെ ആസ്തി ഭദ്രത ഈ സ്നേഹം സ്വന്തമാക്കുമ്പോഴാണ്. ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരിക്കുന്ന സ്നേഹത്തിലായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.